ഒഴുക്ക് കണ്ടു, ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റോ ടോമി. സിനിമ കാണാനുള്ള പ്രധാന കാരണം ആസ് സിമ്പിൾ ആസ് ദാറ്റ് പാർവതിയും ഉർവശിയും. പിന്നെ ക്രിസ്റ്റോ ടോമിനെ നമുക്കറിയാം, കറിയാൻ സയനൈഡിന്റെ ജോളി കേസ്, അതിന്റെ ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആണ്. അതുണ്ടാക്കി വെച്ച മൂടൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിരുന്നു. അപ്പോൾ ഈ ഉള്ളൊഴുക്കിന്റെ സ്ക്രിപ്റ്റ് തന്നെ ലാപ്റ്റാ ലേഡീസുമായി മത്സരിച്ചിട്ടൊക്കെ ഫസ്റ്റ് നേടിയ സ്ക്രിപ്റ്റ് ആണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ കേൾക്കുന്നു. വലിയ 2 നടിമാർ, അല്ലെങ്കിൽ ഉർവശീനെ പോലെ അത്രയും സൂപ്പർ സ്റ്റാർ ആയ ഒരു നടി വരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആങ്സൈറ്റി, എക്സൈറ്റ്മെന്റ് ഒക്കെ ഈ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ഇമോഷൻ കൊണ്ട് ആ പേര് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഇമോഷൻ വെച്ചിട്ടുള്ള കളിയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെയാണ്. കഥ എന്ന് പറയുന്നത് പുതുമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ട്രെയിലറിൽ എന്താണോ പറയുന്നത് അത് കണ്ടാലും ഏറെക്കുറെ കഥ ഇതാണെന്ന് ഊഹിക്കാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പോകുന്ന ഒരു കഥയിൽ വലിയൊരു ട്വിസ്റ്റ് വരാനോ എക്സൈറ്റ്മെന്റ് സാധനങ്ങൾ വരാനോ ഒന്നും ഒരു സാധ്യതയില്ല. പക്ഷെ 2 നടിമാരുടെ അഭിനയം അത് ഏത് തട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക്. നമ്മളിങ്ങനെ ഉർവശീനൊക്കെ നമ്മൾ ഭയങ്കര കുറെ കാലമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഉർവശീനെ. അപ്പം ഉർവശിയുടെ അഭിനയം കാണുക, പാർവതി കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പോയത്. മൊത്തത്തിൽ സിനിമ എടുത്ത് ചോദിച്ചാൽ സിനിമയുടെ മ്യൂസിക്കിൽ നിന്ന് തുടങ്ങിയാൽ മ്യൂസിക് സുഷിൻ ശ്യാമാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി ചെയ്തതെന്ന് വെച്ചിട്ട് ഒരു വെറൈറ്റി സാധനം തന്നെയാണുള്ളത്. ഇമോഷൻസിനെ കൂടുതൽ എന്താ ചെയ്യുക, കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. മ്യൂസിക്കിന്റെ ഏറ്റവും വലിയൊരു ഗുണം ആയിട്ട് എനിക്ക് ആ ഇമോഷൻസ് ഒരു ഗ്രേഡ് കൂടി അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയില്ലേ, ആ സീനിലേക്ക് കൊണ്ടുപോകാൻ മ്യൂസിക്കിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ക്യാമറ കൊണ്ട് ശരിക്കും ആ ഫ്രെയിംസ് ഒക്കെ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന വാക്കിനെ കൂടുതൽ അതിലേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കുന്ന പോലെ, ആ വാക്കിനെ കൂടുതൽ അർത്ഥമാക്കുന്നത് പോലെ അങ്ങനെയുള്ള ഫ്രെയിംസ് ആണ് ഒരു മഴക്കാലത്ത് നടക്കുന്ന, അല്ലെങ്കിൽ മഴ കണ്ടിന്യൂസ് ആയി ഉള്ള സമയത്ത് നടക്കുന്ന. അപ്പോൾ കൂടുതൽ മഴയായിട്ടുള്ള ഒരു എന്താ പറയുക, ആ സമയത്ത് ഇമോഷൻ, മഴക്കാലം എല്ലാവർക്കും ഇമോഷൻ ആണെന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്തെ മരണം, ഇതൊക്കെ നമുക്ക് ട്രെയിലറിൽ കാണാവുന്ന തന്നെയാണ്. അങ്ങനെയുള്ള സാധനം. പിന്നെ ഇവരുടെ പെർഫോമൻസ് എല്ലാവരും, അർജുൻ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ് വരുന്നുള്ളത്. അർജുൻ ആയാലും, അലൻസിയർ ഉണ്ട്, പാർവതി, നമ്മുടെ ഉർവശി ചേച്ചി, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ സിനിമ എവിടെയൊക്കെയോ ലാഗ് അടിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് എവിടെയൊക്കെയോ ഒരേ സ്പേസിൽ ഒരേ സ്ഥലത്ത് നടക്കുന്ന ഒരേ കഥകളായതുകൊണ്ടും ഓരോ വാക്കും പറയുന്നത് ഈ ഇമോഷനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി തന്നെയാണ്, ഈ ഉള്ളൊഴുക്കിനെ കൂട്ടിച്ചേർക്കാൻ. പക്ഷെ ഇത് കുറേ സാധനങ്ങൾ എനിക്ക് എവിടെയൊക്കെയോ ലാഗ് അടിച്ചു പോയി. 2 മണിക്കൂർ സിനിമയുണ്ട്, പക്ഷെ എനിക്ക് ഹാഫിന് ശേഷമൊക്കെ എനിക്ക് ലാഗ് അടിച്ചു. പിന്നെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റ് വരാനൊന്നുമില്ല. ഇത് തന്നെയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. വണ്ടാൽ ഇതെന്താവും എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. അല്ലാതെ ഒരു ട്വിസ്റ്റ് വരാനോ ഇതിലെന്തെങ്കിലും സംഭവിക്കാനോ ഇല്ല. ഒരു നോർമൽ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഫ്രെയിം അതെനിക്ക് എടുത്ത് പറയാൻ തോന്നിയിട്ടുണ്ട്. ആ ടൈറ്റിൽ കാണിച്ചിട്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്താണ് ആ ടൈറ്റിൽ എഴുതാതെ പോലും ആ ടൈറ്റിൽ കാണിക്കുന്ന ഒരു ഫ്രെയിമായിട്ട് ഏറ്റവും അവസാനത്തെ ഒരു ഫ്രെയിം വരുന്നുണ്ട്. ഭയങ്കര രസം. ഇവർ രണ്ടുപേരും, പാർവതിയും ഉർവശിയും ഉള്ളൊരു ഫ്രെയിമാണ്. അത് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആളുകളുടെ ഇമോഷൻ വെച്ച് കളിക്കുമ്പോൾ അത് എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊരു എത്രമാത്രം ആക്സെപ്റ്റൻസ് കിട്ടും. ഞാൻ തിയേറ്ററിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നും കുറച്ച് പേര് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്ന പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ വലിയ അങ്ങനെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ലാഗ് അടിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഇവിടെ. ഓക്കെ, ഇത് ഫൈനാ, ഓക്കെ നെക്സ്റ്റ് അടുത്തെന്താ എന്നുള്ളൊരു സാധനം എനിക്ക് ചോദിക്കാൻ തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് പറഞ്ഞാലും മതിയാവാത്തത് ഇവരുടെ അഭിനയമാണ്. ഉർവശിയൊക്കെ മറ്റേ സങ്കടവും സന്തോഷമൊക്കെ വരുമ്പോഴേ വിരല് പോലും ലാലേട്ടൻ്റെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാലാണ് ഉർവശിയുടെ. പുള്ളിക്കാരിയുടെ ഓരോരോ എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഉള്ളിലിങ്ങനെ കുത്തി നിറഞ്ഞു വരുന്ന ഇമോഷൻ പുറത്തറിയിക്കണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേജിലില്ലേ, അതൊരു നടിക്ക് എത്രമാത്രം എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ ഫീൽ അങ്ങനെ നമുക്ക് കിട്ടും. പുള്ളിക്കാരിക്ക് അത് പറയണം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യണം, പക്ഷെ ഒരിക്കലും അത് എക്സ്പ്രസ് ചെയ്യരുത്. ഇതിൻ്റെ ഇടയിൽ ഒരു ഞാടുമ്പ കളിയാണ്. ഈ അഭിനയം കൊണ്ട് മാത്രം അടിപൊളിയാണെന്ന് പറയാൻ എനിക്ക് കൂടുതൽ തോന്നുന്നുണ്ട്.
അതായിരുന്നു എനിക്ക് അങ്ങനെ ഒരു, ആലപ്പുഴയിലാണ്, കുട്ടനാട്ടിലാണ്, അതിൻ്റെ ഒരു കാലാവസ്ഥയാണ്. ഇതിന്റെ കൂടുതൽ അഭിനയത്തിനോടൊപ്പം നിൽക്കുന്നത് ക്യാമറ വർക്ക് തന്നെയാണ് കേട്ടോ. ക്യാമറ വർക്കും ഫ്രെയിംസ്, എല്ലാ ഫ്രെയിമും സെറ്റ് ചെയ്തിരിക്കുന്നതും നന്നായിട്ടുണ്ട്. ആ ഒരു മഴയുടെ മൂഡും മഴയുടെ ഒരു തിക്നെസ് ഫീൽ ചെയ്യിപ്പിക്കാൻ ഫ്രെയിംസ് നന്നായിട്ട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സുഷിന്റെ മ്യൂസിക്കും സൈലൻസ് വേണ്ടിടത്തൊക്കെ ഒറ്റക്കെട്ടിൽ സൈലൻസ് കൊണ്ടുപോയിട്ടേ ആ ഒരു അവരുടെ സംഭാഷണം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഡയലോഗ്സ് കൊണ്ട് മാത്രം ഇമോഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ആ രണ്ട് നടിമാരും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ആ ഇമോഷൻ സൈലൻസ് കൊടുത്തതും മ്യൂസിക് കൊടുത്തതും ഈ അപ്ഗ്രേഡ് ചെയ്തതും എല്ലാം കൊണ്ടും ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല സിനിമയും. പക്ഷെ സ്ക്രിപ്റ്റും ഇതിന്റെ ബാക്കി സംഭവങ്ങളൊന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ടോ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടതുമില്ല. എനിക്ക് ലാഗ് അടിച്ചിട്ടുണ്ട് എവിടേക്കോ. കുഴപ്പമില്ല, എല്ലാവർക്കും ഒരു 1 ടൈം വാച്ചബിൾ ആയ ഒരു കുഞ്ഞു സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നത്.